ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് പുരോഗമിക്കുകയാണ്. ശബരിമല തന്ത്രി ഖണ്ഡരര് മഹേഷ് മോഹനര് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നന്ദുഷ വിവരണവുമായി പത്തനംതിട്ടയിൽ നിന്ന്. നന്ദുഷ, ഇത് സംഘപരിവാർ സംഘടിപ്പിക്കുന്ന ബദൽ അയ്യപ്പ സംഗമമല്ലേ? അതേ അജിംസ്, പമ്പയിൽ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിന് ബദലായി ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് പമ്പയിൽ ഇപ്പോൾ ശബരിമല സംരക്ഷണ സംഗമം എന്ന പേരിൽ ഒരു പുതിയ സംഗമം സംഘടിപ്പിക്കുന്നത്. ഏതാണ്ട് 1000-ഓളം പ്രതിനിധികളാണ് സെമിനാറിൽ പങ്കെടുക്കാനായി രാവിലെ 9 മണിക്ക് തന്നെ പന്തളത്തെ നാനാക്ക് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി സെമിനാർ സെഷനുകൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ശബരിമലയുടെ സുരക്ഷ, വിശ്വാസം, വികസനം എന്നീ വിഷയങ്ങൾ മുൻനിർത്തിയാണ് ഇപ്പോൾ സെമിനാറുകൾ പുരോഗമിക്കുന്നത്. BJP RSS നേതാക്കളായ കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ് എന്നിവരുൾപ്പെടെ എല്ലാവരും BJPയുടെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്, സെമിനാറിൻ്റെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടും അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ടാണ് പ്രതിനിധികൾ എത്തിയിട്ടുള്ളത്. 1000-ലധികം പ്രതിനിധികളുണ്ടെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് പന്തളത്ത് തന്നെയുള്ള സ്വാമി അയ്യപ്പൻ നഗർ എന്ന വേദിയിൽ വെച്ച് ഭക്തജന സംഗമം സംഘടിപ്പിക്കുന്നത്. 15,000-ഓളം ഭക്തർ ഈ സംഗമത്തിൻ്റെ ഭാഗമാകുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ അണ്ണാമലയാണ് ഈ ഭക്തജന സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. കർണാടകയിൽ നിന്നുള്ള BJP MPയും യുവ BJP നേതാവുമായിട്ടുള്ള തേജസ്വി സൂര്യ ഈ ഭക്തജന സംഗമത്തിൻ്റെ ഭാഗമാകുമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സെമിനാർ സെഷനുകളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. 3 മണിയോടുകൂടി ഭക്തജന സംഗമം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഭക്തജന സംഗമത്തിൽ 10,000-ഓളം ആളുകൾ പങ്കെടുക്കുന്നതിനാൽ പന്തളം ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ശരി.